അപ്പോൾ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഓഴ്സിന് വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കാൻ പോവാണ്. ഓഴ്സിനെ കിട്ടുമെങ്കിൽ ഇന്ന് കൊണ്ടുവരണം. ഓഴ്സിൻ്റെ ഈ വീട്ടിലേക്ക് ഇവിടെ അധികം ഓഴ്സൊന്നും ഇല്ല. മുമ്പൊക്കെ കുറേ ഓഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ. ഇവിടെ ആടൊക്കെ കുറേ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ കോഴിയുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് സോംബി കടന്നു വരുമെന്ന്. ഈ പൊട്ടാറ്റോയെ മെലൻ പൊട്ടിച്ചെടുക്കുക. വാട്ടർ മെലൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടാണ് ഞാൻ വീടുണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ഇവിടെ ഒരു ലോഗോ വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് 4 ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ ഒരു ലോഗോ വയ്ക്കുക. ഇങ്ങോട്ടും 4 ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെയും സെയിം തന്നെ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോബിൾ സ്റ്റോൺ എടുത്തിട്ട് നമ്മൾ ഇതിപ്പോൾ ഇവിടെ 2 കോബിൾ സ്റ്റോൺ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. കോബിൾ സ്റ്റോൺ വെച്ചിട്ടായിരുന്നു ഞാൻ അവിടെ ചെയ്തേ. പക്ഷെ ഇപ്പോൾ ഇവിടെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ മുകളിലൊരു കോബിൾ സ്റ്റോൺ വയ്ക്കാൻ പറ്റുന്നില്ലേ? നമുക്കിവിടെ ഫെൻസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കോബിൾ സ്റ്റോൺ അല്ല ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് വുഡിൻ്റെ. ഇവിടെയും കൂടി ഫെൻസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെയും വയ്ക്കുക. അതിൻ്റെ ഫെൻസ് തീർന്നു ഗൈസ്. നമുക്ക് ഇത് ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് പൊട്ടിക്കണ്ട, ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് അവിടെയും കൂടി ഫെൻസ് വയ്ക്കണം. ഫെൻസ് വയ്ക്കാൻ ഇപ്പം എന്തായാലും വുഡില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെയും കൂടി വെച്ചിട്ടുണ്ട്. ഇനി അവിടെയാണ് വയ്ക്കാനുള്ളത്. ഇനി ഇത് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഇവിടെയും വയ്ക്കാം. കുതിര ചാടിപ്പോകുന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വയ്ക്കുന്നത്. ഇനി ഇവിടെയും കൂടി ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തിച്ചാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ ഇങ്ങനെ റൂഫ് പോലെ പണിയണം. അതിന് മുമ്പ് ഓക്കെ ഗൈസ്, ഞാൻ താഴത്ത് ഈ സ്റ്റോണാണ് വെക്കുന്നത്. നമ്മളുടെ വീടിൻ്റെ പണിക്ക് ഉപയോഗിച്ച സെയിം സ്റ്റോണ്. ഇത് നമ്മളുടെ ഏതോ ഒരു ഏരിയക്ക് ഞാൻ പണിയാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഏരിയയുടെ പേര് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പുറത്തും കൂടിയും ഇനി അവിടെയും കൂടിയും ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ഓൾസിനെയൊക്കെ കൊണ്ടുവരണം. അതിന് മുമ്പ് നമുക്ക് റൂഫൊക്കെ പണിയണം ഗൈസ്. ഇപ്പം റൂഫില്ല. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് വാതിലൊക്കെ ഞാൻ ഓൾസിനെ കൊണ്ടുവന്നു. ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഗൈസ്. എന്നിട്ട് ഇപ്പോൾ ഓൾസിനെ കൊണ്ടുവന്ന് ഓക്കെ ഗൈസ്, നമ്മൾ അപ്പുറത്തെ ഐലൻഡ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടി. അവിടെ ഒരു കുഞ്ഞപ്പട്ടി നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ ഐലൻഡ് നോക്കിയപ്പോൾ കിട്ടി. അവിടെയാണെങ്കിൽ ആകെ ഇത് ഉള്ള സ്പോണായത്. ഇനി എനിക്ക് ഇനിയും കിട്ടിയില്ലെങ്കിലോ നോക്കിയിട്ട് അതുകൊണ്ട് ഞാൻ ഇതിനെ തന്നെ കൊണ്ടുവന്നു. പിന്നെ കുഴപ്പമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്കിവിടെ റൂഫ് പണിയേണ്ട പണി നോക്കാണ് ഗൈസ്. ഞാൻ മഡ് വെച്ചിട്ടല്ല പണിയുന്നത്. ഇത് എനിക്കിങ്ങനെ നടക്കാനാണ്. എന്നാലാണ് ഇവിടെ ഇങ്ങനെ സ്റ്റേഴ്സ് വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിച്ചിട്ട് എൻ്റെ കൈക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത് ഇവിടെയും കൂടി വയ്ക്കാം.
അപ്പുറത്ത് വെക്കാനുള്ളത് ഉണ്ടാവുമെന്നാണ് സംശയം. ഇതുകൊണ്ടും കൂടിയും പൊട്ടിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് ഈ മഡൊക്കെ പൊട്ടിച്ച് കളയാം. ഓക്കെ, അത് താഴത്തോട്ട് വീണിട്ടുണ്ട്. താഴത്ത് വീണ മഡൊക്കെ അവിടെ എടുക്കട്ടെ. ഞാൻ ആവശ്യം വരാണെങ്കിൽ അവിടെ നിന്ന് എടുത്തോണ്ട് ഇതൊക്കെ ഇവിടെയും കൂടി അങ്ങനെ റൂഫ് സ്റ്റെപ്പ് അവിടെ വെക്കണം ഗൈസ്. മഴയും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇട്ട് കണ്ട ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഞാൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓക്കെ ഗൈസ്, എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ അയൺ ഹാർമർ ഞാൻ ചസ്റ്റിന്ന് എടുത്തതാണ്. പിന്നെ കുതിരയുടെ മുകളിൽ ഇരിക്കണമെങ്കിൽ ഈ ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഈ ഓൾസിൻ്റെ അയൺ ഹാർമർ നമ്മൾ സ്പോണറിൽ നിന്ന് ഒരു ചസ്റ്റിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ഇതൊക്കെ ഇടുമ്പോൾ കുതിരയ്ക്ക് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.